നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പറന്നുയരുക. ഫിനിക്സ് പക്ഷിയുടെ കഥ നമുക്കറിയാം. അതുപോലൊരു തിരിച്ചുവരവാണ്, മാസ്മരികമായ തിരിച്ചുവരവാണ് കാനറീഞ്ഞ അണ്ടർ-20 കോപ്പ അമേരിക്കയിൽ നടത്തിയിരിക്കുന്നത്. ഈ ടൂർണമെന്റിന്റെ ആദ്യ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനയോട് ബ്രസീൽ തകർന്നടിഞ്ഞത് 6 ഗോളുകൾക്കാണ്. അന്ന് എല്ലാവരും എഴുതി തള്ളിയ ടീം. പക്ഷേ ഇപ്പോൾ ഈ ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ കിരീടവും കൊണ്ടാണ് മടങ്ങുന്നത്. യെസ്, അണ്ടർ-20 കോപ്പ അമേരിക്കയിലെ രാജാക്കന്മാരായിട്ട് മടങ്ങുന്നു ബ്രസീലിൻ്റെ യുവ ടീം. നോക്കുക, കളിയുടെ ആദ്യഘട്ടം, അതായത് ഗ്രൂപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പായിട്ടാണല്ലോ സൗത്ത് അമേരിക്കൻ മേഖലയിൽ ഈ അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് നടക്കാറുള്ളത്. അതിൽ ഗ്രൂപ്പ് ബിയിലാണ് അർജന്റീനയും ബ്രസീലും ഉണ്ടായിരുന്നത്. അർജന്റീന ബ്രസീലിനെ 6 ഗോളിന് അങ്ങ് തോൽപ്പിച്ച് കളഞ്ഞു ആദ്യ റൗണ്ടിൽ. ബ്രസീൽ ആദ്യ റൗണ്ടിൽ 4 കളികളിൽ ജയിച്ചത് 2 കളികളാണ്. 2 പൊട്ടി, 6 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ആ ഗ്രൂപ്പിൽ 1-ാമതായിരുന്നു കൊളംബിയ. 4 കളി 10 പോയിന്റ്. അർജന്റീന 4 കളി 8 പോയിന്റ്, 2 ജയം 2 സമനില. അവർ തോറ്റിട്ടേ ഇല്ല. ബ്രസീൽ 4 കളി 2 വിജയം 2 തോൽവി, 6 പോയിന്റും കൊണ്ട് ഒരുവിധം 3-ാം സ്ഥാനം പിടിച്ച് ഫൈനൽ റൗണ്ടിലേക്ക് കടന്നതാണ്. ഫൈനൽ റൗണ്ടിൽ പിന്നെ തോൽവിയില്ല. കളിച്ച കളികളൊക്കെ വിജയിച്ചുകൊണ്ട്, കളിച്ച കളിയിൽ ഒന്നൊഴികെ, അർജന്റീനയ്ക്കെതിരെയുള്ള കളി വീണ്ടും സമനിലയാണ്, അതൊഴികെ ബാക്കിയെല്ലാം വിജയിച്ചുകൊണ്ട് 13 പോയിന്റിലേക്ക് അവർ പോയി. 5 കളി 4 വിജയം 1 സമനില, 13 പോയിന്റ്. 9 ഗോൾ അടിച്ചു, 2 ഗോളേ തിരികെ വാങ്ങിയുള്ളൂ. ബ്രസീലിന്റെ ഡിഫൻസ് ശക്തമാവുന്ന കാഴ്ച. ആദ്യ കളിയിൽ 6 ഗോൾ വഴങ്ങിയ ടീമാണ്. ഫൈനൽ റൗണ്ടിൽ 5 കളികളിൽ നിന്ന് വഴങ്ങിയത് 2 ഗോളുകളാണ് എന്ന കാര്യം ഓർക്കുക. +7 ആയിരുന്നു ഗോൾ ഡിഫറൻസ്. അർജന്റീന 5 കളി 3 വിജയിച്ചു, 1 സമനില, 1 തോൽവി. അവരുടെ ഈ ടൂർണമെന്റിൽ ആദ്യ തോൽവി അത് അവസാന റൗണ്ടിലെ കളിയിലായിപ്പോയി. 10 പോയിന്റ് മാത്രമാണ് അവർക്ക്. അവർ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അവർ 10 ഗോൾ അടിച്ചു, അതുപോലെ തന്നെ ഗോൾ തിരികെ വാങ്ങി. 8 അവർ തിരികെ വാങ്ങി. +2 ആയിരുന്നു അവരുടെ ഗോൾ ഡിഫറൻസ്. സോ ഇതാണ് തിരിച്ചുവരവ്. ചാരത്തിൽ നിന്ന് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അതിന് നമ്മൾ കൈയടിക്കേണ്ട ചില താരങ്ങളുണ്ട്. അവരുടെ പെഡ്രീഞ്ഞോ, എന്തൊരു പ്രകടനമാണ് പയ്യൻ നടത്തിയത്. 6 അസിസ്റ്റുകൾ അവൻ നേടിയിട്ടുണ്ട്. അതേപോലെ ബ്രസീലിന്റെ ഗോൾ അടിച്ച ഡേവിഡ് വാഷിംഗ്ടൺ അടക്കമുള്ളവർ മികച്ച രൂപത്തിൽ ആവശ്യ ഘട്ടത്തിൽ പ്രകടനം നടത്തി. എന്തായാലും സൗത്ത് അമേരിക്കൻ മേഖല അണ്ടർ-20 ഏറ്റവും അധികം ഗോൾ അടിച്ചത് നെയ്സർ വിയ്യാറയിലാണ്. അദ്ദേഹം 8 ഗോളുകൾ നേടിയപ്പോൾ ക്ലോഡിയോ എച്ചുവേരിയുടെ പ്രകടനം നമ്മൾ കാണാതെ പോകരുത്. അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി 6 ഗോളുകൾ നേടിയിട്ടുണ്ട്. എച്ചുവേരി 3 അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു. ഏതായാലും ബ്രസീലിന്റെ ഈ തിരിച്ചുവരവ് അത് ആർക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം തകർന്നടിഞ്ഞ് 6 ഗോളുകളൊക്കെ വാങ്ങി ഇനി ഇല്ല എന്ന് എഴുതി തള്ളിയവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് കിരീടവും കൊണ്ട് മടങ്ങി പോവുക. ആ പയ്യന്മാർക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ്.